ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഒന്നാന്തരം ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ക്യാപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയ 500 ഗ്രാം ഓഫ് ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റാണ്, 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഓഫ് ടർമറിക് പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വിനേഗർ, 1.5 ടീസ്പൂൺ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ ക്രഷ്ഡ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കറി ലീവ്സ്, വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യാൻ വേണ്ടി, പിന്നെ കുറച്ചൊരു ഫെനൽ സീഡ്സ് കൂടെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഈ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ നമ്മൾ സെറ്റാക്കി വെക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞ പൗഡേഴ്സ് എല്ലാം നമ്മൾ ഒരു ബൗളിലെടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും എല്ലാം നമ്മൾ മിക്സിയുടെ ഒരു ജാറിനകത്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി ഇതിനെ നമ്മൾ അരച്ചെടുക്കണം, നല്ലപോലെ അരച്ചെടുക്കണം. അപ്പം ഈ ബാറ്ററാണ് നമ്മുടെ ഈ ചിക്കൻ്റെ, ഈ മാരിനേഷനാണ് നമ്മുടെ ചിക്കൻ്റെ ഫുൾ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇതിനകത്ത് നമ്മുടെ കുറച്ച് വെളിച്ചെണ്ണയോടെ ഇട്ടിട്ട് നല്ലപോലെ ഈ ബാറ്ററിനെ കൈ കൊണ്ടൊന്ന് ഇളക്കണം. അപ്പം നമ്മുടെ ഈ മസാലയെല്ലാം ഈ വെള്ളത്തിനകത്തും ഈ എണ്ണയ്ക്കകത്തൊരു ചെറുതായി നല്ല രീതിയിൽ കുതിർന്ന് നല്ല സോഫ്റ്റാവും. അപ്പോൾ നമ്മുടെ ഇറച്ചി ഇതിനകത്തോട്ട് ഇടുക. ഇത് ചിക്കൻ്റെ മാരിനേഷൻ നല്ലപോലെ നമ്മൾ ചിക്കനിൽ ഇനി ഈ മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പം അതിലാണ് നമ്മുടെ ചിക്കൻ്റെ ആ ടേസ്റ്റ് മൊത്തം ഇരിക്കുന്നത്. അപ്പം നല്ലപോലെ ഇളക്കി 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 കുറച്ച് സമയമെടുത്ത് അതിനെ നല്ലപോലെ സ്നേഹത്തോടെ മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ മസാല എല്ലാം ശരിക്കകത്ത് വരെ പിടിക്കും. അങ്ങനെ മസാജ് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ്സ്, ഒരു 5 to 6 മിനിറ്റ്സ് നമ്മൾ നല്ല രീതിയിൽ ഇതിനെ ഇങ്ങനെ സ്ലോ ആയിട്ട് മസാജ് ചെയ്യുക. നല്ലപോലെ എല്ലായിടത്തും ചിക്കനിൽ നമ്മുടെ മാരിനേഷൻ പിടിക്കണം. ഇതൊരു നല്ല ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈഡ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മാരിനേഷൻ. ഇപ്പം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് മാരിനേഷന് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നല്ല ചൂടെണ്ണയ്ക്കകത്തോട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഫ്രണ്ട്സ്, ഡൂ ട്രൈ. ഇതിൻ്റെ ആ പൊടി മാത്രം മതി നമുക്ക് ചപ്പാത്തി തിന്നാൻ. ഞാനിത് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചേ. എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഉള്ളിച്ചല്ലാസ്, അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടാം. വളരെ ടേസ്റ്റി, ഡൂ ട്രൈ.